ഹായ് ലേണേഴ്സ്. ഇന്ന് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഷോർട്ട് റൺ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വേർ പ്രൊഡക്ഷൻ ഹാപ്പൻസ്. ലോങ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോർട്ട് റണ്ണും കാട്ടി ലോങ്ങർ ആയിട്ടുള്ള പീരീഡ്, പക്ഷെ അത് ഇന്ന ഇയർ അല്ലെങ്കിൽ ഇത്ര മന്ത്സ് എന്നൊന്നും നമുക്ക് സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സിനും ഷോർട്ട് റണ്ണിൻ്റെ പീരീഡും ലോങ് റണ്ണിൻ്റെ പീരീഡും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഷോർട്ട് റണ്ണിന് വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷനിൽ ഇൻപുട്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻപുട്സിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻപുട്ടെങ്കിലും ഫിക്സ്ഡ് ആയിരിക്കുന്ന പീരീഡിനാണ് നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. അപ്പോൾ ഷോർട്ട് റണ്ണിൽ അറ്റ്ലീസ്റ്റ് വൺ ഇൻപുട്ട് ഇസ് ഫിക്സ്ഡ്. ഇനി ഓൺ കോൺട്രാസ്റ്റ് ദാറ്റ് ലോങ് റണ്ണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്സും വേരിയബിൾ ആണ്. എന്ന് വെച്ചാൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമുക്ക് വേരിയേറ്റ് ചെയ്യാം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ് വരുന്ന എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമുക്ക് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡിനാണ് നമ്മൾ ലോങ് റൺ എന്ന് പറയുന്നത്. ഇത്രയായാലും മനസ്സിലായില്ലേ?